വെയിലടിച്ചിട്ട് വഴിയായി. ഇഷ്ടമായോ? നമ്മൾ വേറെ കയറിയിട്ടില്ല. 10 മിനിറ്റ് കൂടെ ഉണ്ട്. മിക്കവാറും പനിയാവും. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച് അതുകൊണ്ട് വിളവറയാണ്. അപ്പാർട്ട്മെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഒരു വലിയ ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ഇതൊരു റൂമ്, ഇത് പിന്നെ കിച്ചണാണ് കേട്ടോ. എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത്. പിന്നെ ഇതൊരു റൂമ്. പിന്നെ ഈ റൂമായിരുന്നു നമ്മളെടുത്തത്. കിച്ചണിൽ അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കുക്ക് ചെയ്യാൻ വാഷിംഗ് മെഷീന് ഒക്കെ ഉണ്ട്. താമസിച്ചത് ഒരു ദിവസത്തേക്കാണ് താമസിച്ചുള്ളൂ. ഒരു രാത്രി കിടക്കാനായിട്ട്. 12 മണിയായി ഇന്നലെ രാത്രി തന്നെ വന്ന് കയറിയപ്പോൾ. അപ്പോൾ രാവിലെ ഇറങ്ങുവാണ്. 7:30 ആയതേ ഉള്ളൂ. നമ്മൾ ഇറങ്ങുവാണ്. നല്ല വെയിൽ. ഇവിടെ കാണാനൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി ഇറങ്ങുകയാണ്. നമ്മൾ ഇന്നലെ ചായ കുടിച്ച കടയിൽ തന്നെ വന്നേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ നമ്മുടെ ഇഡലി സാമ്പാർ വന്നിട്ടുണ്ട്. അമ്മച്ച ഇഡലി ഇഷ്ടമായോ? നമ്മുടെ ലുലുവിലെത്തി. പക്ഷേ ലുലു തുറന്നിട്ടില്ല കേട്ടോ. 9 മണിക്കാണ് ക്ലോസിംഗ് ടൈം. 11:45. 10 മിനിറ്റ് കൂടെ ഉണ്ട്. ലുലുവിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ്. മലകളാണ് ചുറ്റും. പിന്നെ മെയിൻ റോഡ്. നമ്മളെപ്പോലെ വന്ന് കാവലിരിക്കുന്ന കുറേ പേരുണ്ട്. നമ്മൾ ലുലുവിന്നൊക്കെ ഇറങ്ങി ഇനി അകത്തെ കാഴ്ചകളിലോട്ട് കാണാനായിട്ട് പോവുകയാണ്. ഇതോ കുറേ ആടുകളെ കണ്ടോ? നല്ല ഗ്രാമ അന്തരീക്ഷമാണ് ഇവിടെ. പിന്നെ നമ്മുടെ മസ്കറ്റിൽ കാണുന്ന കണക്കുള്ള വലിയ വലിയ കെട്ടിടങ്ങളും അങ്ങനെയുള്ള ഒന്നും കാണുന്നില്ല. എല്ലാം ഒരു പഴയ ഒരു രീതികളാണ്. ഒന്നും അങ്ങോട്ട് വലിയ വികസനമൊന്നും ആയിട്ടില്ല ഇവിടെ. മെയിനായിട്ട് റെസ്റ്റോറൻറ്റോ അങ്ങനെ ഉള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം വളരെ പരിമിതമായിട്ടുള്ളൊരു സൗകര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ നിന്നൊക്കെ നാട്ടിലൊക്കെ പോകണമെങ്കിൽ മസ്കറ്റിലൊക്കെ പോയി ഇത്രയോ ദൂരം സഞ്ചരിച്ചിട്ട് വേണം. 100 കിലോമീറ്റർ പുറത്തുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് വേണം അവർക്ക് നാട്ടിലൊക്കെ പോകണമെങ്കിൽ എയർപോർട്ടിലൊക്കെ പോകാൻ. ഭയങ്കര പാട് തോന്നി എനിക്ക് ഇവിടെ എത്തിയിട്ട്. നോക്കി ആ പഴയ ഒരു കെട്ടിടങ്ങൾ ഇടിഞ്ഞു കിടക്കും. അതുകൊണ്ട് അങ്ങ് കാണുന്നുണ്ടോ സൂറിലെ ഹാങ്ങിങ് ബ്രിഡ്ജ്. അതിനകത്തോട്ട് പോകാൻ പോവുക അല്ലേ? ആടുണ്ടേ റോഡില്. ഇതുവഴിയാണോ കയറി പോന്നെ? ആടാട് അവിടൊക്കെ എന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈം ആണ് ഒമാനിലെ. വേറെ ഇല്ലല്ലേ? നമ്മള് വേറെ കേറിട്ടില്ല. പുനലൂര് കയറാൻ പറ്റൂലല്ലോ. അമ്മണ്ടേ ഫസ്റ്റ് ടൈം ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് കയറുന്നത്. ഇത് നല്ല കാഴ്ചകളൊക്കെ താഴേക്ക് ഉണ്ട്. ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ വെക്കൂലല്ലേ? നടന്നു. പക്ഷെ വെയില്, പൊള്ളുന്ന വെയില്. ഒരു റൗണ്ട് പോയിട്ട് തിരിച്ചു വരാം. അല്ലാണ്ട് നമുക്ക് ചൊവ്വേ കിട്ടൂല്ലത് അല്ലേ ഏട്ടാ? അമ്പണ്ടേ ഒമാനിലെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറി. അങ്ങനെ ഇതുകൊണ്ട് അതിനകത്ത് മലയിന്നാണ്ട് സ്റ്റെപ്പൊക്കെ വരുന്നത് നോക്കിയേ. അതിനകത്ത് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഈ കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ ഇതോ അവിടെ വരെ വന്നങ്ങ് നിന്നിരിക്കുവാണ്. നേരത്തെ ഇത് താഴെ വരെ ഇറങ്ങുന്നതായിരുന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് അതൊരു ഫോർട്ടാണ്. അതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോ കണ്ടത്. അവിടെ എന്തോ അങ്ങോട്ട് അകത്തോട്ടുള്ളതായിട്ടേ. ആണോ? അതിന്റെ മണ്ടേ കേറാനുള്ളത് കാണും കേട്ടോ ഏട്ടാ. പക്ഷെ ഈ വെയിലത്ത് എന്നാ ചെയ്യും? ഞാനിവിടെ ഇറങ്ങി നടന്ന് അവരങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞാൻ വണ്ടിയിൽ ഇരുന്ന് എടുത്തിട്ടേ ഒരു വിധത്തിലും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി. നല്ല പൊള്ളുന്ന വെയിൽ കേട്ടോ. എനിക്ക് മിക്കവാറും പനിയാവും. ട്രക്സ് ആർ നോട്ട് യൂസ്ഡ് ടു ബ്രിഡ്ജ്. നല്ല ഭംഗിയുണ്ട് കാഴ്ചകൾ. അതുകൊണ്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഞാൻ ഇനി ഈ പാലത്തിന്റെ അങ്ങേയറ്റം ചെല്ലാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതാ നോക്കിയേ, ഇവിടെ ഫോർട്ട് ഉണ്ട്. ഇവിടെ ബോട്ടിലൊക്കെ കയറി യാത്രയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ പൊള്ളുന്ന വെയിലത്ത്
കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോഴത്തേക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റൂല. എന്താ നോക്കി, പടക്കമൊക്കെ കേൾക്കുന്നു. ഒരു സ്പീഡ് ബോട്ട് അങ്ങോട്ട് നിന്നോ. അവര് തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് കസർത്ത് കാണിക്കുന്നതാണ്ടോ. സ്പീഡ് ബോട്ടാണ് കേട്ടോ. എന്തൊക്കെയാ കാണിക്കുന്നത് നോക്കിയേ. ഞാനേ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങി. ഫോർട്ട് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ബോട്ടൊക്കെ ഉണ്ട്. ഒരു വലിയ വഞ്ചി ഇതിരിക്കുന്നു കേട്ടോ. ഇതേ അങ്ങോട്ട് നോക്കി, അതെന്തോ അത് പിന്നെ വലിയ വള്ളം ഉണ്ടല്ലോ, വലിയ സൈസ് കണ്ടോ, കാണാൻ നന്നായിട്ട്. അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്തോ ഒന്നും അറിയാൻ വയ്യ. ആ ഫോർട്ടിൽ നിന്ന് പണ്ടൊക്കെ ഈ കടലോട്ട് ഇറങ്ങാവുന്ന വഴി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം ആ പടവുകൾ അവിടെ വന്ന് നിന്നേക്കുന്നു. ലൈറ്റൊക്കെ തെളിച്ചിട്ടുണ്ട്, പടവുകൾ പാതി വന്ന് നിന്നിരിക്കുക. ഇതിങ്ങനെ എടുത്ത് തലയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, വെയിലടിക്കുന്നില്ല. പക്ഷേ ഞാൻ വെയിലടിച്ചൊരു വഴിയായി. വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല ഇതിട്ടതുകൊണ്ട്, എന്നേ ഉള്ളൂ. വണ്ടി അവിടെ കിടക്കുന്നു, അവരുടെ അടുത്തോട്ട് പോവായി. നമ്മൾ മുകളിൽ നിന്നും കൊണ്ട് കണ്ട ആ ഫോർട്ടിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് താഴെ. ഇതിനി എന്തുവാ, ബീച്ചല്ലേ? അവിടോട്ട് ഇറങ്ങിയാൽ കാണാണ്ട്, പക്ഷെ വെയില് കേട്ടോ. ഞാൻ പൊള്ളിപ്പോയി എൻ്റെ അമ്മോ. പക്ഷെ ശരിക്കും ആളുണ്ട് ഇവിടെയൊക്കെ. നമുക്ക് നന്നായിട്ട് മീൻ കിട്ടും കേട്ടോ. ആ, നല്ല മീൻ കിട്ടും ഇവിടെയൊക്കെ. ഇവിടെ നിന്നൊക്കെയാണ് മസ്കറ്റിലോട്ടൊക്കെ മീൻ വരുന്നത് അല്ലേ? ആ, ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.